ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രിയുടെ തറവാടാണ്. നമുക്ക് ഈ വീട് മുഴുവൻ കത്തി ചാമ്പലാക്കണമെന്ന് പ്രഭാവതി പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രതാപൻ. ചേച്ചി എന്തൊക്കെ ഈ പറയുന്നത്? എടാ പ്രതാപ, നമ്മളിവിടുന്ന് പോയതിനു ശേഷവും പാർവതിയും വിശാലും വീണ്ടും കൈരേഖയും തിരക്കി വരാൻ സാധ്യതയുണ്ട്. ഈ വീടടക്കം കത്തി ചാമ്പലാക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. നമുക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാകില്ല. അതാ ഞാൻ പറഞ്ഞത്. ഓ എൻ്റെ ചേച്ചി, ചേച്ചിയുടെ ബുദ്ധി അപാരം തന്നെയെന്ന് പ്രതാപൻ പറയുമ്പോൾ ഈ വീട് കത്തിക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്യട്ടെ എന്ന് പ്രഭാവതി പറയുന്നു. അങ്ങനെ പ്രഭാവതി ആരെയൊക്കെ വിളിച്ച് എല്ലാം സെറ്റാക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും പോകാൻ ഇറങ്ങുന്നതാണ്. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന പാറു വിഷമത്തോട് ചോദിക്കുകയാണ്, സാർ നമുക്കിപ്പോൾ പോണോ? നമുക്കിവിടെ കുറച്ച് ദിവസം കൂടി താമസിച്ചിട്ട് പോയാൽ പോരെ? ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ്, നമ്മൾ ഇപ്പോൾ തന്നെ വന്നിട്ട് എത്ര ദിവസമായി? ഓഫീസ് കാര്യങ്ങളെല്ലാം ആകെ തകിടം മറിഞ്ഞു കിടക്കുകയാ എന്നൊക്കെ പ്രഭാവതി പറയുമ്പോൾ പാറു വിശാലിനോട് പറയുകയാണ്, സർ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് ഒരു ലക്ഷ്യം വെച്ചോണ്ടല്ലേ, അത് സാധിച്ചില്ലല്ലോ എന്ന് പാറു പറയുമ്പോൾ പ്രഭാവതി ചോദിക്കുകയാണ്, എന്തുദ്ദേശം? അതമ്മേ, ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അമ്മയുടെ ഓർമ്മയ്ക്കും പൂജയും മാത്രം കൊണ്ടല്ല, വിരലടയാളം കൂടി തിരക്കിയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അത് കിട്ടിയെങ്കിൽ മാത്രമല്ലേ ആ മാജിക് ബോക്സിലെ മെമ്മറി കാർഡിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കൂ. എൻ്റെ അമ്മയുടെ കൊലപാതകികൾ ആരാണെന്ന് എനിക്കറിയണ്ടേ എന്നൊക്കെ വിശാൽ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്, നിങ്ങൾ ഈ വീട് മുഴുവൻ അരിച്ചു പെറുക്കിയെന്നല്ലേ പറഞ്ഞത്? ഉള്ളിടത്ത് തേടിയാ പോരെ? അതിൻ്റെ അർത്ഥം അതിവിടെ ഇല്ലെന്നാ. നിങ്ങൾ വാ, പോകാൻ നോക്കാമെന്ന് പറഞ്ഞ് പ്രഭാവതി മറ്റുള്ളവരെ വിളിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. തുടർന്ന് ഗായത്രിയുടെ ഫോട്ടോ കൈകൾ ചെന്ന് കരഞ്ഞുകൊണ്ട് പാറു പറയുകയാണ്, അമ്മേ, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അമ്മയ്ക്കറിയാമോ? പക്ഷേ നിരാശയായിരുന്നു ഫലം. അമ്മയുടെ വിരലടയാളം എനിക്ക് എവിടെ കിട്ടിയതേ ഇല്ല. അമ്മയ്ക്ക് നീതി വാങ്ങിത്തരാൻ എന്നെ കൊണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറഞ്ഞ് പാറു പൊട്ടിക്കരയുകയാണ്. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന എല്ലാവരും അവിടുത്തെ മെമ്പറിനോട് യാത്ര പറയുകയാണ്. പാറു പുറത്തേക്ക് വരുമ്പോൾ അയാൾ പറയുകയാണ്, മോളുടെ വരവിനായി ലക്ഷ്മിപുരംകാര് കാത്തിരിക്കും. മോളെ ഉദയനൂരമ്മ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ അയാൾ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും. തുടർന്ന് പ്രഭാവതിയും പ്രതാപനും വിപിനും പല്ലവിയും കൂടി ഒരു കാറിലും തൊട്ട് പിന്നിലെ കാറിൽ പാറുവും വിശാലും ഗോപിനാഥും കൂടി കയറുന്നു. തുടർന്ന് പോകുന്ന വഴി പാറു പറയുകയാണ്, എൻ്റെ ദേവി, ഇവിടം വരെ വന്നിട്ട് ഒരു ഫലവും ഇല്ലാതായി പോയല്ലോ. കുറച്ച് സമയം കൂടി കിട്ടിയിരുന്നെങ്കിൽ വീടിൻ്റെ മുക്കും മൂലയും എല്ലാം തന്നെ തിരഞ്ഞ് ഞാനത് കണ്ടെത്തിയേനെ. പെട്ടെന്ന് പാറുവിൻ്റെ ഒരു ദീർഘദൃഷ്ടി ഉണ്ടാവുകയാണ്. ഗായത്രിയുടെ തറവാട് വീടിന് തീ പിടിക്കുന്നതാണ് പാറു കാണുന്നത്. ഇത് കാണുന്ന വിശാൽ ചോദിക്കുകയാണ്, എന്താ പാർവതി, എന്തു പറ്റി? ഇല്ല സാർ, ഒന്നുമില്ല, പെട്ടെന്ന് മനസ്സെവിടേക്കോ പോയി. തനിക്ക് ഗ്രാമമൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് വിശാല ചോദിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് പാറു പറയുന്നു. അങ്ങനെ അവർ പോകുന്ന വഴി ഒരു പാടത്തിന്റെ അരികിൽ ഗായത്രി നിൽക്കുന്നത് പാറു കാണുന്നു. പെട്ടെന്ന് പാറു സംശയത്തോടെ അങ്ങോട്ടേക്ക് നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയെയും പ്രതാപനെയുമാണ്. പ്രഭാവതി പറയുകയാണ്, എടാ, ആ പാർവതി അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് കണ്ടപ്പോ ഞാൻ കരുതി ഇന്നൊന്നും വരാൻ പറ്റില്ലെന്ന്. ഒരു നിമിഷം മുമ്പേ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി മനുഷ്യൻ നോക്കി നിൽക്കുമ്പോഴാ അവക്ക് അവിടെ നിന്ന് കൊതി തീർന്നിട്ടില്ലെന്ന്. എന്താണെങ്കിലും ഒടുവിൽ എല്ലാരെയും കെട്ടിപ്പെറുക്കി അവിടുന്ന് ഇറങ്ങാൻ സാധിച്ചല്ലോ, സമാധാനമായി. അല്ല ചേച്ചി, നമ്മുടെ പ്ലാനെല്ലാം കൃത്യമല്ലേ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്, നമ്മൾ ഈ പഞ്ചായത്തിന്റെ ബോർഡർ താണ്ടുമ്പോഴേ കാര്യങ്ങളെല്ലാം അവിടെ നടന്നിരിക്കും. പിന്നീട് കാണിക്കുന്നത് വിശാലും പാറവും കൂടി ബോർഡർ കടക്കാൻ ഒരുങ്ങുമ്പോൾ അവിടെ ലക്ഷ്മിപുരം എന്നെഴുതിയ ബോർഡ് ഗായത്രി മറിച്ചിടുകയാണ്. പെട്ടെന്ന് തന്നെ വിശാലും മറ്റുള്ളവരും പുറത്തേക്ക് ഇറങ്ങുന്നു. എന്താടാ മോനെ, എന്തു പറ്റിയെന്ന് ഗോപിനാഥ് ചോദിക്കുമ്പോൾ വിശാല പറയുകയാണ്, ദേ കണ്ടില്ല അച്ഛാ, ബോർഡ് മറിഞ്ഞു വീണു. ഇത് കേൾക്കുന്ന പാറു സംശയത്തോടെ നിൽക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്, എടാ പ്രതാപ, പെട്ടെന്ന് ഈ ബോർഡ് എടുത്ത് മാറ്റിക്കേ, നമുക്ക് പോകാനുള്ളതാ. വേണ്ട, നമ്മൾ വീട്ടിൽ നിന്നിറങ്ങിയ ശകുനം മോശമാണ്, അതുകൊണ്ടാ യാത്ര തടസ്സമായത്. എൻ്റെ അഭിപ്രായത്തിൽ നമുക്കിനി മുന്നോട്ട് പോകണ്ട. മുന്നോട്ട് പോയാൽ ഇനിയും എന്തെങ്കിലും ആപത്ത് വന്നാലോ എന്ന് പാറു പറയുമ്പോൾ ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും. നീ എന്ത് പൊട്ടത്തരമാ പാർവതി പറയുന്നത്? ദ്രവിച്ച ബോർഡുകൾ എപ്പോഴാണെങ്കിലും ഇളകി താഴെ വീഴും. അതുകൊണ്ട് പാർവതി പറയുന്നതിൽ അർത്ഥമില്ല. അതെല്ലാം വിട്ടേക്ക് പാർവതി. നീ എന്താ മോനെ വിശാൽ ഒന്നും പറയാത്തതെന്ന് പ്രഭാവതി പറയുമ്പോൾ വിശാൽ പറയുകയാണ്, അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. പക്ഷേ പാർവതി പറഞ്ഞതും എനിക്ക് തള്ളിക്കളയാൻ തോന്നുന്നില്ല. വിശാൽ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ എന്തോ നിമിത്തമാണെന്ന് എന്ന് ഗോപിനാഥ് പറയുമ്പോൾ വിശാൽ പറയുകയാണ്, എനിക്ക് തോന്നുന്നത് ഇത് അമ്മ നമുക്ക് തരുന്ന എന്തോ ആപത്ത് സൂചനയാണെന്നാ.
നമുക്ക് എന്താണെങ്കിലും തിരികെ പോകാം. പിന്നെ ഈ ബോർഡ് മാറ്റി ഇവിടെ ഒരു കോൺക്രീറ്റിന്റെ ആർച്ച് വെക്കണം. ലക്ഷ്മിപുരം എന്ന് എഴുതിക്കൊണ്ട് അമ്മയുടെ മനസ്സ് അത് ആഗ്രഹിക്കുന്നത് പോലെയാ എൻ്റെ മനസ്സ് പറയുന്നത്. ഇതൊക്കെ കേൾക്കുന്ന ഗായത്രി ചിരിച്ചുകൊണ്ട് അവരെ നോക്കുമ്പോൾ പാറു പറയുകയാണ്, അത് വേണം വിശാൽ സാർ. എന്നാൽ നമുക്ക് യാത്ര മാറ്റിവെക്കാമെന്ന് ഗോപിനാഥ് കൂടി പറയുമ്പോൾ പാറുവിനും വിശാലിനും സന്തോഷമാകുന്നു. എന്നാൽ ഇതൊക്കെ കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും. ആർച്ച് നിർമ്മിക്കാനൊക്കെ നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അതിന് ആ മെമ്പർക്ക് കാശ് അയച്ചു കൊടുത്താൽ പോരെ? എന്തിനാ വെറുതെ ഓരോരോ കാരണങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ തന്നെ നിൽക്കുന്നത് എന്ന് പ്രഭാവതി പറയുമ്പോൾ ഗോപിനാഥ് ചോദിക്കുകയാണ്, അല്ല പ്രഭാവതിക്ക് എന്താ ഇത്ര തിടുക്കം? നീയേ ഞാൻ പറയുന്നത് കേൾക്ക്. നമ്മളായിട്ട് തന്നെ ആർച്ചിന്റെ പണി തുടങ്ങി വെക്കണം. നമുക്ക് അതിന് തറക്കല്ലിടുകയും വേണം. വിശാലം പറയുകയാണ്, അമ്മയൊന്ന് ക്ഷമിക്ക്. ആർച്ചിന്റെ പണി കഴിഞ്ഞിട്ട് നമുക്കിവിടുന്ന് പോകാം. നമുക്കെല്ലാവർക്കും ഇപ്പോൾ തിരികെ വീട്ടിലേക്ക് പോകാം. അങ്ങനെ എല്ലാവരും വണ്ടിയിലേക്ക് തിരികെ കയറുമ്പോൾ ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ഗായത്രി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.